എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായി സ്വാഗതം. നമുക്കറിയാം, അയ്യപ്പ സംഗമം എന്ന ഒരു മാമാങ്കമായിട്ട് അല്ലെങ്കിൽ ഉടായ്പ് പരിപാടിയുമായിട്ട് സർക്കാർ ഇപ്പം മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ പൊള്ളത്തരത്തിനെക്കുറിച്ച് കേരളത്തിലുള്ള ഈ അന്തംഗമ്മികളല്ലാത്ത എല്ലാവർക്കും മനസ്സിലാവും. ബാക്കി ഒരു കാര്യത്തിനും പൈസയില്ല. അതായത് മറ്റേ ആശുപത്രികളിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ ആശുപത്രികളിൽ മൂക്കി വെക്കാൻ പഞ്ഞു പോലും ഇല്ല. ആ അവസരത്തിൽ ഈ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ കൊടുക്കുന്ന കമ്പനികളൊക്കെ ഭയങ്കര ഭീമമായ കുടിശ്ശിക കാരണം അവരൊക്കെ ഈ കരാറിൽ നിന്ന് മാറി നിൽക്കുക. അവരാരും സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ല. നമുക്ക് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് വന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജിലെ അവസ്ഥകൾ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി ദൂരെയൊക്കെയുള്ള മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്തായിരിക്കും? കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടു. ഇപ്പോൾ തന്നെ ജനറൽ ആശുപത്രിയിൽ ഒരു രോഗിയുടെ കഴുത്തിൽ വയറുമായിട്ട് വിട്ടിരിക്കുകയാണ്. അവരുടെ ഹിയറിംഗ് ഇപ്പോൾ ഇന്നങ്ങാണ്ട് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ 100,000 പ്രശ്നങ്ങളാണ്. കുറേ കടം മേടിച്ച് കുറച്ച് പേർക്ക് പെൻഷൻ കൊടുത്തു, കടം മേടിച്ച പൈസ കൊണ്ട് കുറച്ച് പേർക്ക് കിറ്റും കൊടുത്തു. പക്ഷേ ഇത് ഏതാണ്ട് 4 കോടിയോ കൊണ്ട് മുടക്കിയാണ് ഈ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. അയ്യപ്പ സംഗമം നടത്തിയിട്ട് ഈ പാവപ്പെട്ട പട്ടിണിക്കാർക്ക് എന്താ മെച്ചം കിട്ടുന്നത്? വെറുതെ ഹിന്ദുക്കളെ സോപ്പിടാനായിട്ട് ഒരു സർക്കാരിൻ്റെ ഈ ലോക കേരള സഭ പോലെ ഇപ്പോൾ എന്താ വികസന സമിതി എന്നും പറഞ്ഞിട്ട് വികസന സമ്മേളനമോ വികസന സദസ്സ് എന്നും പറഞ്ഞ ഒരെണ്ണം ഇപ്പോൾ തട്ടിക്കൂട്ടുന്നുണ്ട്. നമ്മൾ കണ്ടു ഒരു AC വണ്ടിയിൽ കുറേ മന്ത്രിമാരെല്ലാം തിരികെ കയറ്റി കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നടന്ന ഒരു മാമാങ്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വല്ലതും പ്രയോജനം ഉണ്ടായോ എന്ന് അവരുടെ ആൾക്കാർക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ഓരോരോ മാമാങ്കങ്ങൾ ഇങ്ങനെ മാറി നടക്കും. പൈസയില്ല, ഖജനാവിൽ ആകാശിൻ്റെ പൈസയില്ല. കടവും വിലയും മേടിച്ചാണ് ഉന്തിത്തള്ളി ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇമാതിരിയുള്ള കോമാളിത്തരങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലതാനും. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയൊരു വെർഷനാണ് ഈ അയ്യപ്പ സംഘം എന്ന് പറഞ്ഞത്. ഇവർ ഒരു തവണ അയ്യപ്പന്മാരെ വഴിയിലിട്ട് തല്ലിച്ചതയ്ക്കുകയും അവരുടെ പേരിൽ കേസെടുക്കുകയും ശബരിമലയിൽ അയ്യപ്പന്മാർ തങ്ങുന്ന സമയത്തിന് പോലും കണക്കുണ്ടായിരുന്നു. ഇങ്ങനെ വാച്ച് നോക്കിക്കൊണ്ട് വേണം അയ്യപ്പൻ സ്വാമിയെ തൊഴാൻ. അതായത് ഒരു സെക്കൻഡ് കൂടുതലായി കഴിഞ്ഞാൽ പോലീസ് നടുവിന് ചവിട്ടിയാണ് പുറത്താക്കുന്നത്. അവിടെ കാട്ടിലുള്ള പുലികൾക്ക് പോലും വെളിയിലിറങ്ങാൻ പറ്റില്ല. പുലികൾക്കുമൊക്കെ സമയമുണ്ട് വെളിയിലിറങ്ങാൻ. അത്രയ്ക്ക് കിരാതമായ നിയമങ്ങളും കൊണ്ട് അഭിഷേകം ചെയ്തവർ അത് കഴിഞ്ഞിട്ടുള്ള ഇലക്ഷനുകളിൽ കുറച്ച് മോശം സംഭവിച്ചത് കാരണം ഹിന്ദുക്കളെ ഒന്ന് സോപ്പിടാനായിട്ട് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിൻ്റെ പരിപാടി എന്ന് പറയുന്നുണ്ട്. അത് വെറുതെയാണ്. ദേവസ്വം ബോർഡല്ല, ഇനി എന്ത് ബോർഡാണെങ്കിലും പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്ത് ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരു ഈച്ച പോലും അനങ്ങത്തില്ല. അപ്പം ദേവസ്വം ബോർഡിൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ട് ചെറിയ ക്ഷേത്രങ്ങളിലെ പോലും കാണിക്കുവഞ്ചി പൊട്ടിച്ച് ഇപ്പോൾ ഓണാവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന അവസരമാണ്. ആ അവസരത്തിലാണ് ഇപ്പം 4 കോടി മുടക്കി ഒരു ഒരു അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് ഗുരുവായൂരപ്പ സംഗമവും ചോറ്റാനിക്കര അമ്മ സംഗമവും വൈക്കത്തപ്പൻ സംഗമവും ഒക്കെ ഉണ്ടായിരിക്കാം. അത് ഓരോരോ ഹിന്ദുക്കളെ ഇവർക്ക് കണ്ടുകൂടാ, ഹിന്ദുക്കളുടെ ആചാരങ്ങളും കണ്ടുകൂടാ. അതെല്ലാം എതിരാണ്. ഇവരെല്ലാം പുരോഗമനക്കാരാണ്. പക്ഷേ ആവശ്യം വരുമ്പോഴത്തേക്ക് ഈ ദേവന്മാരെയൊക്കെ വിറ്റ് കാശാക്കും. അതിനുള്ള അവസാനത്തെ ഒരു അളവാണ് ഇപ്പം ഈ അയ്യപ്പ സംഗമം എന്നും പറഞ്ഞ് എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഈ പൊള്ളത്തരത്തിനെ കുറിച്ചിട്ടൊരു കാർട്ടൂൺ വരയ്ക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഇതിലേക്ക്. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. പുലിപ്പാലിനായിട്ട് പോകുന്ന നമ്മുടെ ഇരട്ടച്ചങ്കനാണ്. നമ്മുടെ ഈയിടെ ഇവർക്ക് ഈ ജ്യോത്സ്യരുമായിട്ടൊക്കെ ഭയങ്കര വിശ്വാസമാണല്ലോ. അപ്പോൾ ജ്യോത്സ്യൻ പറയുകയാണ്, രോഗഗ്രസ്തമായ ഭരണത്തിന് പുലിപ്പാൽ നല്ല ഔഷധമാണെന്ന് ജ്യോത്സ്യൻ പറയുകയാണ്. അപ്പോൾ ജ്യോത്സ്യൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇദ്ദേഹം പുലിപ്പാൽ തേടി പോവുകയാണ്. പുലിപ്പാലും കൊണ്ട് കൊട്ടാരത്തിലോട്ട് വരികയാണ് പുലിപ്പാലിന് വേണ്ടിയിട്ട്.
അപ്പോൾ നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. നമുക്ക് ഈ മറ്റേ പുലിപ്പുറത്ത് ഇരിക്കുന്ന അഭിനവ കലിയുഗ വരദനെ നമുക്ക് വരയ്ക്കാം ആദ്യം. ഇരട്ടച്ചങ്കനും മറ്റേ കഴുകനും ഒക്കെ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് ഈ ജ്യോത്സ്യം പറയുന്നതിനപ്പുറത്ത് പുള്ളിക്കൊന്നുമില്ല. പുള്ളിക്ക് വേണ്ടിയിട്ട് ജ്യോത്സ്യപ്പണിക്ക് പറഞ്ഞു വിടുന്നത് പാർട്ടി സെക്രട്ടറിയാണ്, എം എ ഗോവിന്ദനെയാണ്. പുള്ളി ഒന്നിനും നേരിട്ട് ഇടപെടത്തില്ലല്ലോ. മറ്റ് കാര്യങ്ങൾ, ഉടായിപ്പ് കാര്യങ്ങളിൽ, മറ്റേ നിയമം വളച്ചൊടിക്കേണ്ട കാര്യത്തിലൊക്കെ ADGPയെ പറഞ്ഞു വിടും. ഇമാതിരി കുടുംബകാര്യങ്ങൾക്കൊക്കെ പാർട്ടി സെക്രട്ടറിയെ പറഞ്ഞു വിടും. അതാണ് പുള്ളിയുടെ ഒരു രീതി. പുള്ളി നേരിട്ട് ഒന്നിനും ഇറങ്ങത്തില്ല. പുള്ളി നേരിട്ട് ഭയങ്കര പുണ്യാളനാണ്. നമുക്ക് ഊരുവാരി കൈപ്പിടിച്ചുകൊണ്ട് വേണം ഇങ്ങനെയുള്ള സൃഷ്ടികളൊക്കെ നടത്താൻ. അതായത് നമുക്കറിയാം, ഇങ്ങനെ ഥാറും ഇന്നോവയൊക്കെ കൊണ്ട് ഇങ്ങനെ അഴിഞ്ഞാടുകയാണ് പാർട്ടിക്കാരും ഡിഫിയും ഇവരുടെ കിങ്കരന്മാരും. ഇപ്പോൾ ഷാഹിൻ സ്കറിയയുടെ കാര്യം തന്നെ നമ്മൾ കണ്ടല്ലോ. ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് പേടിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇവർ ഭയങ്കര ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലന്മാരൊക്കെയാണ്. പക്ഷേ നടക്കുന്നത് വേറൊരു വഴിക്കാന്നേ ഉള്ളൂ. നാമജപ ഘോഷയാത്രയ്ക്ക് പോയ പാവപ്പെട്ട വീട്ടമ്മമാർക്കെതിരെ വരെയുള്ള കേസുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുവാണ് പിൻവലിക്കാതെ. അപ്പോഴാണ് അടുത്ത ഉടായിപ്പം കൊണ്ട് ഇറങ്ങുന്നത് ഈ അയ്യപ്പ സംഗമം എന്നും പറഞ്ഞിട്ട്. ആ കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. നമുക്കറിയാം, അന്നും വീട്ടമ്മമാരെ വരെയാണ് വഴിയിലിട്ട് തല്ലിച്ചതച്ചത് പോലീസ്. ഇപ്പോൾ ഇനി അയ്യപ്പ സംഗമത്തിന് ചെല്ലാത്തവരെ ഇനി വീടുകളിൽ വന്ന് തല്ലി ഇറക്കുമെന്ന്, പോലീസുകാർ വന്ന് തല്ലി അയ്യപ്പ സംഗമത്തിന് കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. ഓരോരോ തവണ അവർക്ക് തോന്നുന്ന കണക്കാണല്ലോ നിയമം ഉണ്ടാക്കുന്നത്. പുലിപ്പുറത്തിരിക്കുന്ന നമ്മുടെ കലിയുഗ വരദനെ വരച്ചു കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഈ ജോൾസിനെ കൂടെ വരയ്ക്കാം. പുലിയുടെ ഡിസൈൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡയലോഗ് ഒന്ന് എഴുതണം. കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജോൾസിൻ്റെ രോഗഗ്രസ്തമായ ഭരണത്തിന് പുലിപ്പാൽ കൂടിയേ തീരൂ എന്ന ജോൾസിൻ്റെ നിർദ്ദേശം ശിരസാ വഹിച്ചുകൊണ്ട് നമ്മുടെ ഇരട്ടച്ചങ്കൻ എഴുന്നള്ളുകയാണ് ഈ പുലിപ്പുറത്ത്, പുലിപ്പാൽ കറന്നുകൊണ്ട് വരാൻ. അപ്പോൾ ഈ ആഴ്ചത്തെ ഡെമോൺസ്ട്രേഷന് വിട പറയുന്നു കാർട്ടൂണിസ്റ്റ് ഹക്കു.